ഹലോ ഗൈസ്, നമുക്കിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകട്ടോ. നല്ല കുഞ്ഞു പ്രിപ്പറേഷൻസ് ആണ് ഈ കാണുന്നത്. റൈസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നു. ഇന്നൊരു സംഭവം വെച്ചാൽ നമുക്ക് സ്പ്രിംഗ് ഓണിയനും കൂടി കിട്ടിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഫ്രൈഡ് റൈസ്. 2 ദിവസമായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട്, പക്ഷേ ഇന്നാണ് അത് സാധിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ പച്ചക്കറി കട്ട് ചെയ്യാണ്. പക്ഷേ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ സ്പ്രിംഗ് ഓണിയൻ എനിക്ക് കിട്ടാറുമില്ല, ഞാൻ അരിഞ്ഞിട്ടിട്ടുമില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് സ്പ്രിംഗ് ഓണിയൻ അരിയുന്നത്. ഇത്രമാത്രം കണ്ണെരിയുന്നു ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. എവിടുന്നാ ഇങ്ങനെ എരിയുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു പോയി ഒരു നിമിഷം ഞാൻ ക്യാപ്സിക്കത്തിനെ വരെ സംശയിച്ച് പോയിട്ടോ. ഇനി ഇതൊന്നാണോ എനിക്ക് കണ്ണെരിയുന്നതെന്നുള്ളത്. കാര്യം പിടിയും കിട്ടി, സ്പ്രിംഗ് ഓണിയൻ ആയിരുന്നേ. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുണ്ട്. ചിക്കൻ കുറച്ച് വേവിച്ചും വെച്ചു, കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചത്. ഇനി ഈ ചിക്കനൊക്കെ ഒന്നിങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റി വെക്കണം. പിന്നെ ചട്ടി ചൂടാക്കണം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിളാണ് എന്ന് എനിക്ക് എൻ്റെ ഫേവറേറ്റും ആണ് കേട്ടോ ഫ്രൈഡ് റൈസ്. വീട്ടിൽ ഉണ്ണിക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. റൈസ് ഞാൻ വന്നപ്പോൾ തന്നെ വേവിച്ച് ഞാനത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുക്കിംഗ് വീഡിയോ പോലെയൊന്നും അല്ല കേട്ടോ. എന്നാലും പറയാം, ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് മുട്ടയൊക്കെ ഇട്ടിട്ട് നല്ല തോതിൽ മുട്ട ഇടാണെങ്കിൽ അത്രയും ടേസ്റ്റ്. ഞാനൊരു കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ പച്ചക്കറികളിട്ട് പിന്നെ കുറച്ച് സോയാ സോസും ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ആ ചിക്കനെല്ലാം ഇട്ട് നന്നായി ഇളക്കി റൈസ് കൊണ്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് റെഡിയാണ് കേട്ടോ. എല്ലാ പച്ചക്കറികളും എടുത്ത് തട്ടിയിട്ടാണ്. എന്നാലും 2-3 പച്ചക്കറികളെല്ലാം മിസ്സാണ്, കാരണം ക്യാബേജ് ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ ഫ്രൈഡ് റൈസിന് ഏകദേശം സ്മെല്ലുണ്ട് കേട്ടോ. ഇത്രയധികം വെജിറ്റബിൾസ് ഇടണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. ഇങ്ങനെയും നമ്മൾ വെജിറ്റബിൾസ് കഴിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ വെജിറ്റബിൾസ് കൂട്ടുന്നത്. പിന്നെ ഇങ്ങോട്ട് ഒരുപാട് ശക്തി പിടിക്കാതെ മെല്ലെ മെല്ലെ ഇളക്കി മാറ്റിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് റൈസ്. ഫ്രൈഡ് റൈസ് ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ആരും ഗസ്റ്റ് വന്നാലും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് കഴിക്കാൻ തോന്നിയാലും 2 കോഴിമുട്ട ഉണ്ടെങ്കിൽ ചിക്കൻ വേണമെന്നേ ഇല്ല. അപ്പോൾ അങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കാരണം ഉണ്ണിക്കുട്ടിന് സ്കൂളിൽ പോകുമ്പോൾ മിക്കതും ഞാൻ ഇത് ആണ് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡിന്നർ ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ബൈ.